പിന്നെ എന്നെ പറ്റി പറഞ്ഞു, ഞാനത് കാര്യമാക്കുന്നില്ല. എന്തോ വ്യാജനം, നാണയില്ലടന്നൊക്കെ. 1.5 വർഷമായിട്ട് ഏത് കാലയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? 1.5 വർഷമായിട്ട് എനിക്കെതിരെ നിങ്ങളുടെയൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്ര പോലീസാണ് അന്വേഷിച്ചത്? ക്രൈം ബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ? എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു? ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ വ്യാജ 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 എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായിലെ വീട്ടിൽ വരുമ്പോ നിന്നെയൊക്കെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി തീർത്താൽ മതിയെന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക. ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട. ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു. അതാ ഞാൻ പറഞ്ഞത്, പുറത്തുള്ള മാർക്സും ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അതുള്ളപ്പോ അമ്മയേതാ പെങ്ങളേതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാരാണ് നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥലത്ത് തന്നെ ശ്രീ കെ സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുകയും ചെയ്യും, ഉയർത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ ഗാന്ധി പ്രതിമ അവിടെ വന്ന് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും.